ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വെണ്ടക്കയും കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കറി വെക്കാനല്ല കേട്ടോ, ഇത് നമുക്ക് അടിപൊളി ഒരു അച്ചാറിടാനാണ്. അപ്പോൾ നമ്മൾ മാങ്ങ, നാരങ്ങ, നെല്ലിക്ക, കയ്പ്പക്ക ഒക്കെ കൊണ്ടല്ലേ അച്ചാറിടുക. അപ്പം നമുക്കിതാ വെറൈറ്റി ആയിട്ട് ഒരു വെണ്ടക്ക അച്ചാർ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇനിതാ വെണ്ടക്കയൊക്കെ ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നല്ലെണ്ണയാണ്. അപ്പം നല്ലെണ്ണ ഞാനിതാ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ചൂടായി വന്നിട്ട് ഈ വെണ്ടക്ക ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. വറുത്തെടുത്താൽ നല്ലോണം വറുത്ത് എണ്ണയിൽ കോരിയെടുത്താലാണ് നമ്മൾ ഈ വെണ്ടക്കയുടെ വഴുവഴുപ്പ് പോകുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത് കേട്ടോ. വറുക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ഈ വെണ്ടക്കയുടെ വഴുവഴുപ്പ് പോകില്ല, താളി പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ വറുത്തെടുത്താൽ ഇതിന് വഴുവഴുപ്പ് ഉണ്ടാവില്ല. നല്ലെണ്ണ തന്നെ വേണം കേട്ടോ അച്ചാറിടാൻ. ഏത് അച്ചാർ നമ്മൾ ഇടുകയാണെങ്കിലും നല്ലെണ്ണയിൽ തന്നെ അച്ചാറിടണം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ ദിവസം കേടുവരാതെ ഇരിക്കുകയൊക്കെ ചെയ്യുള്ളൂ, നല്ലെണ്ണയിലായാലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതാ രണ്ടാമത്തെ പ്രാവശ്യം ഞാനത് വറുത്തെടുക്കട്ടെ കേട്ടോ. അങ്ങനെ ദാ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഈ എണ്ണയിൽ തന്നെ ഞാനിതാ ഉലുവ, കടുക് അത് ഞാൻ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് നല്ലോണം ഒന്ന് പൊട്ടി വരട്ടെ. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, വെള്ള കാന്താരി ഞാൻ അതിൽ ചേർത്ത് കൊടുക്കാനാണ്. ഇനി വെള്ള കാന്താരി കാന്താരി മുളക് ഇല്ലെങ്കിൽ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിതാ അത് മൂന്നും പാടെ ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് നല്ലോണം ബ്രൗൺ കളറായി വരണം കേട്ടോ. എന്നാലുള്ള നമ്മൾ അച്ചാറിന് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ അച്ചാർ പൊടി 2 സ്പൂൺ അച്ചാർ പൊടി കേട്ടോ. കൂടുതലൊന്നുമില്ല, ഇതിൽ കുറച്ച് അച്ചാർ പൊടിയേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് സാധാരണ എരിവിന് വേണ്ടിയിട്ട് മുളകും പൊടി ഞാനൊരു 1.5 സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഉലുവ, കടുക്, കായം ഇതും ഞാൻ പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലോണം ഈ എണ്ണയിൽ നല്ലോണം വറുത്തെടുക്കുക കേട്ടോ. ആ മസാലപ്പൊടികൾ ഒരു പച്ചമണമൊക്കെ പോകുന്ന വരെ ഒന്ന് വറുത്തെടുക്കുക. ഇനി ഇതിലേക്ക് വെണ്ടക്ക വറുത്ത് കോരി വെണ്ടക്കയും ചേർത്ത് കൊടുക്കുക. ഇനി വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ വിനാഗിരിക്ക് പകരമായിട്ട് നമുക്ക് പുളി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. പുളി ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കൂടുതൽ ദിവസം ഇരിക്കൂല കേട്ടോ. പെട്ടെന്ന് നമ്മൾ കൂട്ടി തീർക്കണം. അപ്പോൾ വിനാഗിരി ആണെങ്കിൽ കുറച്ച് ദിവസം നമുക്ക് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി കുറച്ച് മാത്രമേ ഉണ്ടാക്കണുള്ളൂ എങ്കിൽ പുളി ഒഴിച്ചു കൊടുക്കുക, കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ഇരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഞാനിതിൻ്റെ ഇടയിൽ കറിവേപ്പില ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ അച്ചാർ ഇട്ട അന്ന് മുതൽ തന്നെ ഇത് അച്ചാർ കൂട്ടാൻ പാടില്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് പറയുക, അതിൽ ഉപ്പും പുളിയും ഒന്നും പിടിച്ചിട്ടുണ്ടാവില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ഈ അച്ചാർ എടുത്തു കഴിഞ്ഞാൽ അടിപൊളി അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത് അച്ചാർ ഇവിടെ റെഡിയായി. അടിപൊളി വെണ്ടക്കച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.